ചാവക്കാട് കോൺഗ്രസ് പ്രവർത്തകൻ ഹനീഫ കൊല്ലപ്പെട്ടിട്ട് ഒരു മാസം പിന്നിടുമ്പോഴും കേസിലെ ദൃക്സാക്ഷിയായ ഉമ്മ ആയിഷയുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറായില്ലെന്ന് ബന്ധുക്കളുടെ ആരോപണം. അതേസമയം സാക്ഷികൾക്ക് നേരെ നിരന്തരം ഭീഷണി ഉയരുന്നതായും ബന്ധുക്കൾ വ്യക്തമാക്കി. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഹനീഫയുടെ സഹോദരൻ ഉമർ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകി. കഴിഞ്ഞ മാസം 7-ന് രാത്രിയിലാണ് ഹനീഫ വീടിന് മുന്നിൽ വെച്ച് കൊല്ലപ്പെടുന്നത്. ക്രൈംബ്രാഞ്ച് സംഘം പ്രതികളെ പിടികൂടിയെങ്കിലും തുടക്കത്തിലെ ഉയരുന്ന ഗൂഢാലോചന സംബന്ധിച്ച് ഒരു തരത്തിലുള്ള അന്വേഷണവും നടന്നിട്ടില്ല. മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഗോപ്രതാപനാണ് കൃത്യത്തിന് പിന്നിലെന്നും ഹനീഫ കൊല്ലപ്പെടുന്നതിന് 2 ദിവസം മുമ്പ് വീട്ടിലെത്തിയ ഗോപ്രതാപൻ ഭീഷണിപ്പെടുത്തിയിരുന്നതായും ഉമ്മ ഐഷാബി, മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നിവരെ നേരിട്ടും DGPക്ക് രേഖാമൂലവും പരാതി നൽകിയിരുന്നു. എന്നാൽ നാളിതുവരെയായിട്ടും ഉമ്മയുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് സഹോദരൻ ഉമർ ഉൾപ്പെടെയുള്ള ഹനീഫയുടെ ബന്ധുക്കൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാനെത്തിയത്. സാക്ഷിയായ ഉമ്മയുടെ മൊഴി പോലീസ് ഇതുവരെ എടുത്തിട്ടില്ല. തലേ ദിവസം ഗോപ്രതാപൻ വന്ന് ഭീഷണിപ്പെടുത്തിയതൊക്കെ ഉമ്മ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഒന്നുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. കേസിലെ പ്രധാന സാക്ഷികൾക്ക് നേരെ ഭീഷണിയുള്ളതായും ഹനീഫയുടെ ബന്ധുക്കൾ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. ഇതിലെ ഒന്നാം സാക്ഷിയെ ഷക്കീർ എന്ന് പറഞ്ഞിട്ട് ഒരുത്തുണ്ട്. അവനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഭീഷണി വന്നിട്ടുള്ളത്. അവന്റെ അളിയനെ ഗൾഫിൽ നിന്ന് വിളിച്ചിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഗൂഢാലോചന സംബന്ധിച്ചും സാക്ഷികൾക്ക് നേരെയുള്ള ഭീഷണി സംബന്ധിച്ചും അന്വേഷണം നടത്താൻ വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും ഹനീഫയുടെ ബന്ധുക്കൾ പറഞ്ഞു. തൃശൂരിൽ നിന്നും സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ.